വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു ആപത്തിപ്പെട്ട ആശങ്കയില. ഞാൻ ആപത്തിപ്പെട്ട് ചത്തുപോയാലും നിനക്കെന്താ നഷ്ടം? അത് പറ. ചന്തു, ഇതെന്താ ഇപ്പൊ കഥ? ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും നീ കാണിക്കുന്നില്ലല്ലോ. ഇല്ല, പരിചയമില്ല. ആരാ മേഡം? മാഡം അല്ല, കോടം. ദേ മോത്ത് നോക്കടാ, നീ ഒരാണല്ലേ? അല്ല. ആയിരുന്നെങ്കിൽ ആ മഹേഷ് കുഞ്ഞമ്മയുടെ വീട്ടിൽ വെച്ച് നിന്റെ മുഖത്തിന് ഷേപ്പ് ചെയ്യാൻ മാറ്റിയനെ. ഓ, അപ്പൊ ആ കണക്ക് തീർക്കുമായിരുന്നല്ലേ? ചന്തു ഇതുവരെ ഒന്നിനും കണക്ക് വെച്ചിട്ടില്ല. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചാൽ ഞാൻ സഹിക്കില്ല, അത്ര തന്നെ. ഒരപമാനവും ഇല്ല. എന്നെന്തേടി നീ അവിടെ വരേണ്ട ആവശ്യം എന്തായിരുന്നു? അതും പകലും പാതിരാത്രിയിലും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കയറി നീ ആളാവാൻ ശ്രമിക്കരുതെന്ന്. അതെനിക്കിഷ്ടമല്ല. നീ എന്റെ കളിക്കൂട്ടുകാരൻ തന്നെയാ. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ കളിക്കൂട്ടുകാരനാണെന്ന് കൂടെ പറയും. മറ്റുള്ളവരെ മുന്നിൽ വെച്ച് ഒരു കള്ളനെ കൈ കിട്ടിയവനെ എടുത്തിട്ട് അലക്കും നീ. മനുഷ്യത്തില്ലാതെ നിനക്ക് എടുത്തിട്ട് അലക്കാനുള്ള പാഴ്ത്തുണിയൊന്നുമല്ല ഞാൻ. അപ്പോ നീ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല? അല്ല. നോക്ക്, നീ 4ാം ക്ലാസ്സിൽ 2 തവണ തോറ്റതുകൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിലെത്തിയെന്ന് നിനക്ക് ഓർമ്മ വേണം. 3 തവണ. സോറി, 3 തവണ. പിന്നെ ഞാൻ പല തവണ തോറ്റുന്നിട്ടുണ്ട്. അത് ഇഷ്ടം കൊണ്ടാ. ചന്തു, പ്ലീസ് എന്റെ കാര്യങ്ങളിൽ നീ ഇടപെടാൻ വരരുത്. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കുമല്ലോ, അതല്ലാതെ. അപ്പോഴേ അന്ന് രോഹിണിയേച്ചി തട്ടിക്കൊണ്ടുവരാൻ ബർമാ കോളനി പോയില്ലേ? അപ്പൊ നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടല്ലേ കൂട്ടിക്കൊണ്ടുപോയി തന്നെ? അത് പക്ഷെ ഇങ്ങനെയല്ല. അപ്പൊ അത് നിന്നോട് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. എന്നുവെച്ച് എല്ലാ കാര്യങ്ങളും നിനക്കറിയണമെന്ന് പറഞ്ഞാ നടക്കില്ല. എന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, അത് സത്യമാണ്. എന്ത് സ്ഥാനം? നീ എന്റെ പഴയ ചന്തു തന്നെയാ. ഹോ, അങ്ങനെ. പഴയ ചന്തു എന്ന് വെച്ചാ വടക്കം വീരഗാഥയിലെ MTയുടെ ചന്തു, മമ്മൂട്ടിയുടെ ചന്തു. എന്നാലേ അങ്ങേര് പറഞ്ഞു തന്നെ എനിക്കിപ്പോ നിന്നോടും പറയാനുള്ളത്. നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. താങ്ക്സ് ചന്തു. കുറെ നാളുകൾക്ക് ശേഷമേ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചതേ നിന്റെ ഈ മിമിക്രി കണ്ടപ്പോഴാ. താങ്ക് യുടാ. പോടിയോടുന്നു. അവളുടെ ഒരു മിമിക്രി മനസ്സ് മുറിഞ്ഞിട്ടാ അന്ന് രാത്രി ഞാൻ ആ മുറ്റം വിട്ടത്. നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാവില്ല ഒരിക്കലും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.